രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെയാണ് ഉറ്റുനോക്കുന്നത്. ശക്തമായ ഊർജ്ജ ബന്ധങ്ങൾക്കായി മോസ്കോ മുന്നോട്ട് വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉച്ചകോടി ചർച്ചകൾക്കായി ബീജിംഗിൽ ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തിയ ചൈനയുടെയും റഷ്യയുടെയും നേതാക്കൾ തങ്ങളുടെ തന്ത്രപരമായ ബന്ധത്തിലെ പുരോഗതിയെ പ്രശംസിച്ചു. ഗ്രേറ്റ് ഹോൾ ഓഫ് ദി പീപ്പിൾസ് കുട്ടികൾ ചൈനീസ് റഷ്യൻ പതാകകൾ വീശിയപ്പോൾ പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഓണർ ഗാർഡും തോക്ക് സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ഔപചാരിക ചർച്ചകൾക്കൊപ്പം ചായ കുടിക്കുന്ന ഒരു അടുപ്പമുള്ള കൂടിക്കാഴ്ചയോടെ ഇരുവരും ദിവസം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് തലസ്ഥാന സന്ദർശനത്തിന് തൊട്ടുപിന്നാലെ ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിലുള്ള ഉച്ചകോടിയുടെ കാഴ്ചപ്പാടുകളും ഫലങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുകയും താരതമ്യം ചെയ്യുകയും ചെയ്യുമെന്നും ചൈനീസ് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ സിൻഹുവായിൽ നിന്നുള്ള ട്രാൻസ്ക്രിപ്റ്റ് പ്രകാരം ഇരു രാജ്യങ്ങളും ദീർഘകാല തന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ നീതിയുക്തവും ന്യായയുക്തവുമായ ആഗോള ഭരണ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും ഷീ പറഞ്ഞു. ചൈന റഷ്യ ബന്ധം ഈ നിലയിലെത്തിയതിന്റെ കാരണം രാഷ്ട്രീയ പരസ്പര വിശ്വാസവും തന്ത്രപരമായ സഹകരണവും കൂടുതൽ ആഴത്തിലാക്കാൻ കഴിഞ്ഞതിനാലാണ്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ ഷീ പറഞ്ഞു, ആഗോള സ്ഥിരത ഉറപ്പാക്കാൻ തങ്ങളുടെ ബന്ധം സഹായിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടയിലും റഷ്യ വിശ്വസനീയമായ ഊർജ്ജ വിതരണക്കാരനായി തുടരുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. പ്രതികൂലമായ ബാഹ്യ ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ സഹകരണവും സാമ്പത്തിക ബന്ധങ്ങളും നല്ല ചലനാത്മകത പ്രകടമാക്കുന്നത് തുടരുന്നു. അടുത്ത വർഷം റഷ്യ സന്ദർശിക്കാൻ ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചതായി പുടിൻ കൂട്ടിച്ചേർത്തു. 2024 മെയ് മാസത്തിൽ പുടിനെ ചർച്ചകൾക്കായി ഷീ ആതിഥേയത്വം വഹിച്ചപ്പോൾ ഇപ്പോൾ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സർക്കാരിന്റെയും ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു മുൻ സാമ്രാജ്യത്വ ഉദ്യാനമായ സോങ്നാൻ ഹായിൽ പുറത്തു ചായ കുടിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ദമ്പതികൾ ബന്ധം ഉപേക്ഷിച്ചു. ഷി ജിൻപിങ്ങിനെ പ്രിയ സുഹൃത്ത് എന്ന് വിളിക്കുകയും ചൈനീസ് നേതാവ് പഴയ സുഹൃത്ത് എന്ന് മുദ്ര കുത്തുകയും ചെയ്ത പുടിൻ കഴിഞ്ഞ വർഷത്തെ മാന്ദ്യത്തിനു ശേഷം ഉഭയകക്ഷി വ്യാപാരം മെച്ചപ്പെടുന്ന ഒരു സമയത്താണ് എത്തുന്നത്. 2025 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ 4 മാസങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാരം 16.1% മൂല്യത്തിൽ വർദ്ധിച്ചു. 2025 ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം 1.63 ട്രില്യൺ യുവാനായിരുന്നു. 2024 റെക്കോർഡിൽ നിന്നും 6.5% ഇടിവ്. 5 വർഷത്തിനിടയിലെ ആദ്യത്തെ ഇടിവ്. ഉക്രൈനിലെ യുദ്ധം മോസ്കോയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ മോസ്കോയുടെ സാമ്പത്തിക ജീവനാഡിയായി ചൈനയുടെ പ്രാധാന്യത്തെ അംഗീകരിച്ചുകൊണ്ട് മാന്ദ്യപ്രവണത മാറ്റേണ്ടതിന്റെ ആവശ്യകത പുടിൻ അംഗീകരിച്ചു. ഉപപ്രധാനമന്ത്രിമാർ, മന്ത്രിമാർ, സംസ്ഥാന കോർപ്പറേഷനുകളുടെയും പ്രധാന ബാങ്കുകളുടെയും തലവന്മാർ ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പുടിന്റെ സന്ദർശനത്തിനായി ക്രെംലിൻ ഗുരുതരമായ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട്. ചർച്ചകൾക്കൊപ്പം ഒപ്പുവയ്ക്കാൻ ചടങ്ങും തുടർന്ന് ഛായ സൽക്കാരവും ഉൾപ്പെടും. അവിടെ ഇരു നേതാക്കളും അനൗപചാരികമായ ഒരു സാഹചര്യത്തിൽ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യും. ക്രെംലിൻ പറയുന്നതനുസരിച്ച് ഏകദേശം 40 രേഖകളിൽ ഒപ്പുവയ്ക്കുമെന്നും അവരുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള 47 പേജുള്ള സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. റഷ്യയെ വടക്കൻ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന പവർ ഓഫ് സൈബീരിയ 2 ഗ്യാസ് പൈപ്പ് ലൈനിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യവസായ വിദഗ്ധർ പറഞ്ഞു. ഉക്രൈനിലെ യുദ്ധത്തിന് റഷ്യയെ ശിക്ഷിക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ചൈനയും റഷ്യയും തമ്മിലുള്ള പരിധികളില്ലാത്ത പങ്കാളിത്തം ശക്തിപ്പെട്ടു. ഇറാനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഊർജ്ജ വിതരണക്ഷാമം ദീർഘകാല വാതക സ്രോതസ്സായി പൈപ്പ് ലൈൻ വേണമെന്ന റഷ്യയുടെ വാദത്തെ പിന്തുണച്ചേക്കാം. എന്നാൽ ബീജിംഗ് അതിന്റെ വിതരണ വൈവിധ്യവൽക്കരണ തന്ത്രത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.